കർത്താവിൻ്റെ വചനത്തിൻ്റെ കേവിയിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാം. സന്തോഷമുള്ളവർ ഒരു ചിരിച്ചുകൊണ്ട് ഒരു സ്തോത്രം കൂടി കരമുയർത്തി പറയാമോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചിലർ സ്തോത്രം നിങ്ങളുടെ മുമ്പ് ഇരിക്കുകയല്ലേ? സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. എല്ലാവരും കർത്താവ് സമൃദ്ധിയായിട്ട് കർത്താവ് ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഈ ദിവസങ്ങൾ വചനം വായിക്കുന്നു, വചനം പഠിക്കുന്നു, വചനം പ്രാപിക്കുന്നു, ആ വചനത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്നു. അതിൻ്റെ വിടുതലുകളും ആശ്വാസവും നമ്മൾ അനുഭവിക്കുന്നു. അത് സന്തോഷത്തോടു കൂടിയാണ് നാം ഇന്ന് മറുപടിയുടെ ശബ്ദമായിട്ടൊക്കെ ചില പ്രിയപ്പെട്ടവരായിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളൊക്കെയും ശക്തമായ മറുപടി വീണ്ടും നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുമെന്നും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കും, അല്ലേ? നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യമെല്ലാം നോക്കും. വേറെ ആരും നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യം നോക്കും. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായ കാര്യം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നമ്മെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്തു, ഇനിയും ചെയ്യുന്നു, ഇനിയും ചെയ്യണം. അതാണ്. അപ്പം അതിന് ദൈവത്തിന് നമ്മെ എന്ത് ചെയ്യണം? വേണം. ദൈവത്തിന് നമ്മുടെ നാവ് വേണം. ദൈവത്തിന് നമ്മെ വേണം. ദൈവത്തിന് നമ്മെ വേണമെങ്കിൽ നാം ദൈവത്തെ പോലെ ആകണം. അതാണ് നമ്മുടെ ഉപവാസത്തിൻ്റെ പ്രമേയം. അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നാം വചനം പഠിച്ചുകൊണ്ടും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആ വചനം നമുക്ക് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി ഒന്നുകൂടി പഠിക്കാൻ നമുക്ക് ദൈവവചനത്തിലേക്ക് നീങ്ങാം. നാം വായിച്ച വചനം യെശയ്യാപ്രവാചന പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു തന്നാൽ എൻ്റെ മെസ്സേജ് അവിടുന്ന് മറ്റൊരു ലെവലിലേക്ക് മാറണം. അതുകൊണ്ട് ഒന്ന് ദയവായിട്ട് വായിച്ചു തരാമോ പ്ലീസ്? നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളുമാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയണം. ഇതാണ് നമ്മൾ വായിച്ച വാക്ക്. ദൈവത്തിന് നമ്മെ വേണം. അതാണ് ആ വാക്കിൻ്റെ ഒറ്റ വാക്ക്. അപ്പോൾ ദൈവത്തിന് നമ്മെ വേണം എന്നതുകൊണ്ട് ദൈവത്തിന് നമ്മെ ആവശ്യമെന്നൊരു ബോധ്യം നമുക്ക് വന്നപ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഷീനാനി പറഞ്ഞ പോലെ ഇങ്ങനെയാണെങ്കിൽ പാസ്റ്റേ സ്വർഗത്തിൽ കർത്താവ് ഇപ്പോൾ വന്നാൽ ഇപ്പോൾ അങ്ങ് പോകുമെന്നൊരു വാക്ക് പറഞ്ഞു. ശരിയാണ്. സ്തോത്രം. ദൈവത്തെ നമ്മെ വേണമെന്നൊരു തോന്നൽ വന്നപ്പോൾ നമുക്ക് ആ തോന്നൽ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കാൻ തക്കവണ്ണം പ്രാപ്തനാക്കി മാറ്റി. അപ്പം അതുകൊണ്ട് മറ്റൊരു ചിന്തയേക്കാൾ ഉപരിയായി യഹോവയ ദൈവത്തിൻ്റെ ആഴമായ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് കയറി വന്നത് വലിയ പ്രശംസനീയമായ കാര്യം തന്നെയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മെ വേണം. ദൈവത്തിൻ്റെ വിടുതൽ സാക്ഷ്യം നാം മറ്റുള്ള ഹാൻഡ് ഓവർ ചെയ്യണം, കൈമാറണം. അതാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ യഹോവ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായ യോശുവയെ ദൈവത്തിന് സാക്ഷ്യത്തിന് വേണ്ടി അബിമേലെക്കിന് മുമ്പിൽ അല്ലെങ്കിൽ സാത്താനിയ ശക്തിയുടെ മുമ്പാകെ തന്നെ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. ഫറവോന്റെ മുമ്പിൽ മോശയെ യഹോവ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. അപ്പോൾ തന്നെ അബ്രഹാമിനെ കൽദയ ദേശത്ത് നിന്നും ഒരു വിശുദ്ധ ഗണം വേണമെന്നതുകൊണ്ട് അബ്രഹാമിനെ കർത്താവ് വിളിച്ചു വേദിരിക്കുന്ന മേഖല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തപ്പാടയാക്കി. അതിന് 2-3 വാക്യം കൂടി ഒന്ന് പെട്ടെന്ന് വായിച്ചു തന്നാൽ നമ്മുടെ മെസ്സേജിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. വ്യത്യസ്തമായ ശബ്ദം പ്രസരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം കൂടി വായിച്ചു തരാമോ? സാക്ഷ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിനെ കുറിച്ച് ഒരു വാക്കുകൂടെ ഒന്ന് വായിച്ചു തരാമോ? ജനസിസ് ചാപ്റ്റർ 12:1. വായിച്ചു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഒന്ന്, യഹോവ സർവശക്തൻ, ഐ ആം ദാറ്റ് ഐ ആം.
ഞാനാകുന്നവൻ ഞാൻ എന്ന് പറയുന്ന കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട അന്തരീക്ഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കൽദദേശം ഊരിൽ നിന്നും ഹാരാനിലോട്ട് വരണമെങ്കിൽ 940 കിലോമീറ്റർ ഉണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. സ്തോത്രം. വയോവൃദ്ധ ദമ്പതികളെ അബ്രഹാം എന്ന 75 വയസ്സ് പ്രായമുള്ള ഈ പിതാവിനെ ദൈവത്തിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജനത്തെ രൂപാന്തരമാക്കിയെടുപ്പാൻ ദൈവം 75-ാമത്തെ വയസ്സിൽ കർത്താവ് തിരഞ്ഞെടുത്തു. അതിൻ്റെ ശബ്ദമാണ് ഈ ഉൽപ്പത്തി 12:1 വാക്യത്തിൽ അരുളിച്ചത്. അങ്ങനെ വേണമെങ്കിൽ അബ്രഹാമിന് ദൈവത്തിൻ്റെ സാക്ഷ്യമാകണമെങ്കിൽ 1, അബ്രഹാം ദേശത്തിൻ്റെ കെട്ടഴിക്കണം. നമ്പർ 1. 2, അബ്രഹാം ചാർച്ചക്കാരെ കെട്ടഴിക്കണം. നമ്പർ 3, അബ്രഹാമിന് പിതൃപാരമ്പര്യ കെട്ടഴിക്കണം. ഇത് മൊത്തം 3 കെട്ടഴിച്ചെങ്കിലേ യഹോവയുടെ സാക്ഷ്യത്തിന് വേണ്ടി ഒരു വിശുദ്ധ ഗണമായി നിൽക്കാൻ അബ്രഹാമിന് പറ്റൂ. അതാണ് ഈ 12:1 പറഞ്ഞ. ഞാൻ ഒന്നുകൂടി ആത്മാവിൽ പറയാം. ദൈവത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ നമ്മെ ഭരിക്കരുത്. ദേശത്തിന് കെട്ട് നമ്മെ ഭരിക്കരുത്. ചാർച്ചക്കാരെ കെട്ട് നമ്മെ ഭരിക്കരുത്. പിതൃ പാരമ്പര്യ കെട്ട് ഭരിക്കരുത്. ഈ 3 കെട്ടും നമ്മെ വിട്ട് മാറണം. അത് യഹോവയ്ക്ക് നിർബന്ധമാണ്. സ്തോത്രം. പിടികിട്ടിയല്ലോ. അതും വേണം ഇതും വേണം എന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ 2 തോണിയിൽ കാല് ചവിട്ടും? ഒന്ന് യഹോവ ദൈവം, അല്ലെങ്കിൽ ബാല്. 2 കൂടി ചേർത്ത് പോകാൻ പറ്റില്ല. ഒന്നിൽ യഹോവയെ സേവിക്കണം. യഹോവയെ സേവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന് മഹത്വം കാണാൻ പറ്റൂ. ഇന്ന് രാവിലെ ഈ രാത്രിയിൽ ഈ സന്ദേശങ്ങൾ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയാം. ഈ ഏതെങ്കിലും ദേശക്കെട്ടോ, ഏതെങ്കിലും ചാച്ചക്കാരെ കേട്ടോ, ഏതെങ്കിലും പിതൃപാരമ്പര്യ കേട്ടോ, യഹോവയോട് സഞ്ചരിപ്പാൻ കഴിയാതെ നമ്മെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടി ആത്മാവ് ചാൻസ് തരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് എന്നെ വിട്ട് എന്നേക്ക് വിട്ടുമാറിയിട്ട് യഹോവയുടെ ശബ്ദത്തിനായി, യഹോവയുടെ സാക്ഷ്യത്തിനായി എന്നെ ഒരുക്കിയെടുക്കണം. യേശുവിന്റെ നാമത്തിൽ. 2-ാമത്തെ വാക്യത്തെ കർത്താവ് ഒരു പ്രോമിസ് 6 പദം കൊടുത്തിരിക്കുന്നു. 1, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കാൻ ഞാൻ ശപിക്കും, നിന്റെ ഭൂമിയിൽ 3 കെട്ട് പൊട്ടിയാൽ 6 അനുഗ്രഹങ്ങൾ ലഭിക്കും. എനിക്ക് അവിടെ ഒരു പ്രവചനം പറയാൻ നിയോഗമുണ്ട്. പാസ്റ്റേ, എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച ബന്ധു കിട്ടി, 153 വലിയ മീൻ കിട്ടിയില്ലേ? കിട്ടിയോ? ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്താൻ പറ്റിയോ? വിട്ടതുകൊണ്ടല്ലേ. വള്ളവും വലയും ചാർച്ചക്കാരെ വിട്ടതുകൊണ്ട് കിട്ടിയ ഗുണം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടാത്ത വിഷയത്തെ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ വലിയൊരു ജാതിയാക്കും. ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ മാസം ഈ വിടുതല ശബ്ദത്തിന്റെ ദൂതാണ് ഞാൻ കൽപ്പിക്കുന്നത്. യഹോവ നിങ്ങളുടെ കുടുംബത്തിന്റെയും പേര് വലുതാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സന്തതി റിബലഘടക ശൗദരാധന ജൂരഘടമ തരംബരാതുകസി വേദകക്ഷി മനദക്ഷരാധന നിങ്ങൾ ദൈവത്തിന്റെ പുറകെ പോയതുകൊണ്ട്, നിങ്ങളുടെ യഹോവയുടെ സാക്ഷ്യത്തിന് വേണ്ടി സകല വിട്ട് പുറത്തു വന്നതുകൊണ്ട് യഹോവ നിങ്ങളുടെ വലിയ ജാതിയാക്കും, നിങ്ങളുടെ പേര് വലുതാക്കും, നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ ദൈവം ഉയർത്തും. ശാപം ഫലിക്കില്ല, ദാരിദ്ര്യം ഫലിക്കില്ല, നഷ്ടം ഫലിക്കില്ല. അതൂത് കത്തട്ടെ, അതൂത് കത്തട്ടെ, അതൂത് കത്തട്ടെ, അതൂത് കത്തട്ടെ. ദൂത് കത്തട്ടെ, ദൂത് കത്തട്ടെ, ദൂത് കത്തട്ടെ. ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഈ 12/2/2026 ഈ ദൂത് കുറിച്ചിടണം. വിട്ടത് കൊണ്ട്, വേണ്ടെന്ന് വെച്ചത് കൊണ്ട്
ദൈവം നിങ്ങൾ ആരാക്കി മാറ്റുമെന്ന് നിങ്ങൾ എന്നെ വിളിച്ചു പറയണം. ആമേ പാസ് ഇന്നെ ദൈവം എന്നെ ഉയർത്തി. എനിക്കറിയാം, ഞാൻ ഗ്യാരണ്ടീഡ് മെസ്സേജാണ് പറയുന്നത്. ആ വെളിപ്പാട് ഗ്യാരണ്ടീഡ് ആണ്. ആ ദൂത് വെളിപ്പാട് ഗ്യാരണ്ടീഡ് ആണ്. ആമേ ദൈവം നിങ്ങൾ ചെറുതായിട്ട് ഉയർത്തുകയില്ല, നിങ്ങൾ ചെറുതായിട്ട് മാനിക്കില്ല. ആമേ അനേകർ അത്ഭുതപ്പെടത്തക്ക വണ്ണമുള്ള ഒരു ഉയർച്ച തന്നെ. ആയിരങ്ങളുടെ മുമ്പിൽ, ഞാൻ ഈ പറയുന്ന വാക്ക് അതിശോക്തി പദമല്ല, ആയിരങ്ങൾ ചേർന്ന് നിൽക്കുന്ന സദസ്സിന് മുമ്പിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പരസ്യമായിട്ട് പറയും, ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ ആദരിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ദൈവം അങ്ങനത്തെ വേദികളിൽ നിങ്ങളെ കയറ്റി, അങ്ങനത്തെ മണ്ഡലം കർത്താവ് കയറ്റി, യഹോവ നിങ്ങൾക്ക് അത്ഭുതം ചെയ്തുവെന്ന് ദൈവം നിങ്ങൾക്ക് പറയത്തക്കവണ്ണം എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ ഏറ്റെടുത്തോ ആയിരങ്ങളുടെ മുമ്പാകെ ദൈവം യഹോവ ദൈവം എന്ന് പറയുവാൻ, അവൻ സർവശക്തൻ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയത്തക്ക നിലയിൽ ദൈവം അവിടെ മുമ്പാകെ അത്ഭുത സാക്ഷ്യമാക്കി ദൈവം ഉപയോഗിക്കിയ ദിവസമാണ് പരിശുദ്ധാത്മാവിനാൽ ആ വെളിപ്പാട് പ്രവചിക്കുന്നത്. സ്വതः നമ്മുടെ കർത്താവ് ആരാ? കർത്താവിന്റെ പുറകെ പോയിട്ടുള്ള ഒരൊറ്റ വ്യക്തികളെ പോലും സാധാരണക്കാരായി മാറ്റിയിട്ടില്ല, അസാധാരണ വ്യക്തിയായി മാറ്റിയിട്ടുള്ളൂ. 100%. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഇടയിൽ ഞാൻ നിന്ന് വളർന്നതാണ്. കൊഞ്ചിച്ചും ലാളനവും ഒക്കെ ഏറ്റു വന്നു. എൻ്റെ പപ്പയുടെ ആൾക്കാരുടെ ഇടയിലും എൻ്റെ മാതാവിൻ്റെ ആൾക്കാരുടെ ഇടയിലും ഒക്കെ എനിക്ക് ഭയങ്കര സ്വാധീനമുള്ളത് കൊണ്ട് അവരെന്നെ വളരെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തി. അതുകൊണ്ട് എനിക്ക് പബ്ലിക്ക് നിൽക്കാൻ ഭയങ്കര ശങ്കയുണ്ടായിരുന്നു. 10 മുമ്പ് നിൽക്കത്തില്ല, ഞാനിങ്ങനെ ഒതുങ്ങി മാറിപ്പോകും. പക്ഷെ എന്നെ എത്രയോ ആയിരങ്ങൾ മുമ്പാകെ നിന്ന് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി തീർത്തതല്ല, പലതിനെ വേണ്ട എന്ന് വെച്ചതുകൊണ്ട്, പലരോട് ഗുഡ് ബൈ പറഞ്ഞതുകൊണ്ട്, പലതിനോടും കോംപ്രമൈസ് ചെയ്യാതെ മാറിപ്പോയത് കൊണ്ട് ദൈവം അതിൻ്റെ ആദരവ് തന്ന് മാനിപ്പാൻ ഇടയാക്കി. അതുകൊണ്ട് എൻ്റെ ഈ മെസ്സേജിനകത്ത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെസ്സേജ് പറയുന്ന വാക്ക് ഞാൻ പരിശുദ്ധാത്മാ പറയാം, ദൈവം ഇനിയും നിങ്ങൾ ഉയർത്താൻ പോവുകയാണ്, ഇനിയും ചവിട്ടി കയറാൻ പോവുകയാണ് കേട്ടോ. ഇത് ഈ ഉയർച്ചയല്ല, ഇനി വരുന്ന ഉയർച്ചയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉയർച്ച. ആഫ്റ്റർ ദ മെസ്സേജ്, ഈ മെസ്സേജിന് ശേഷമുള്ളൊരു വിടുതലുണ്ട്. അതിൽ ഒന്നൊന്നൊരു വിടുതലായിരിക്കും. അതങ്ങ് കയറിപ്പോകും. ഇന്നലെ ബീത പറഞ്ഞ പോലെ ഈ സീസണിൽ ആരോ കയറി പോകുന്ന പോലെ ഒറ്റ പോക്കുണ്ട്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. നമ്മുടെ കർത്താവ് ഉയർത്താൻ പുതിയമാണ്. വിട്ടു, ഉയർത്തി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ വാക്ക് പറയുന്ന അബ്രഹാമിന് ദൈവം ഐശ്വര്യമായിട്ട്, നിങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം എടുത്തിട്ട് എനിക്ക് വിളിച്ചു പറയും, പാസ് ഐശ്വര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പറയും, എല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, നിങ്ങൾ കൂടി ഇന്ന് എടുത്ത സ്വത്രം ഐശ്വര്യമായി ഗ്രഹിച്ചു. വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറയണം. സ്വത്രം നിങ്ങൾ പറ. ആ കൽദയ കുലത്തിനകത്ത് അബ്രഹാമിനെ പോലെ ഉയർച്ച പ്രാപിച്ച വ്യക്തി വേറെ ആരുമില്ല. ആ വാക്ക് ഒറ്റ വാക്കുമോ? അബ്രഹാമിനെ. തേരകന്റെ കുലത്തിനകത്ത് അതുമായിട്ട് ദൈവാത്മ ഉയർത്തിയത് പോലെ, അബ്രഹാം ഉയർത്തിയത് പോലെ വേറെ ആരുമില്ല. ആ ബൈബിളിന്റെ ഒരു ഭാഗത്തെ ഈ മെസ്സേജ് ഒന്ന് കുറിച്ചിട്ട് 12/2/2026 കുറിച്ചിട്ട് പറ, എൻ്റെ കുലത്തിൽ എന്നെ പോലെ അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തി വേറെ ആരും കാണത്തില്ല. ഞാൻ ദേശത്തെ വിട്ടു, ഞാൻ ചാച്ചക്കാരെ വിട്ടു, ഞാൻ പിതൃപ്പല വിട്ടതുകൊണ്ട് എന്നെ പോലെ ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുകയില്ല. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് വില മുടക്കിയാണ് ഞാൻ ഈ ദൂത് ഏറ്റെടുക്കുന്ന. സ്വത്ര പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എനിക്കറിയാം ചില ദാരിദ്ര്യ കെട്ടുകൾ ഇതോട് പൊട്ടും. ചില കടങ്ങളുടെ കെട്ടുകൾ ഇതിനോട് പൊട്ടും. ചില ഉയർച്ചകളുടെ തടങ്ങളെ പൊട്ടിച്ച് ദൈവാത്മാവ് പിടിച്ചു കയറുന്ന നിലയിലേക്ക് ദൈവം മാറ്റുകയാണ് കേട്ടോ. എനിക്ക് ചില സന്തതികളെ നോക്കി പ്രവചിക്കാൻ നിയോഗമുണ്ട്. ചില സന്താനങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. അവർ കയറിപ്പോകുന്ന പാത അവർക്ക് പോലും പിടികിട്ടാത്ത തലങ്ങളിലേക്ക് എത്തിയിട്ട് പറ, അങ്കിളെ
ഞാൻ ഇത്രയും ഉയർച്ച പ്രാപിച്ച് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്ന അങ്ങളെ, ആന്റി, അച്ഛാ, അമ്മേ, അപ്പാ, ഡാഡി, ഇത്രത്തോളം അത്ഭുതം എനിക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അത്രയും ദൈവം ഉയർത്തി. ഇത് പ്രവർത്തിച്ചാതാ യഹോവയും അയ്യാം താറ്റായാം. വിക്കനെ കൊണ്ട് 25 ലക്ഷം ജനത്തിന് നേതൃത്വം വഹിപ്പാൻ വിക്കന്റെ നാവിനെ ശക്തീകരിച്ചുവെങ്കിൽ ഇന്ന് രാത്രി നാം ഒരു അത്ഭുതമായി മാറുമെന്ന് വിശ്വസിക്കുന്ന രാത്രി യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി കർത്താവ് സ്തോത്രം പറയണം. എനിക്ക് വേറൊരു മെസ്സേജ് വന്ന് കിടക്കുന്നതുകൊണ്ട് അല്പം ധൃതിയോടെ ഞാൻ പോവുകയാണ്. ഇനി വായിക്കാമോ? ഉൽപ്പത്തി 26 2-ാമത്തെ വാക്യം. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കും. മതിയാ. രണ്ടാമത്തെ വാക്ക്. ഒന്നാമത്തെ വാക്ക് യഹോവ പ്രത്യക്ഷപ്പെടുന്നത് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. മറക്കരുത്, ആദ്യം യഹോവ എന്ന വാക്ക് പറഞ്ഞ വ്യക്തി ആരെന്ന് നമുക്ക് അറിയാമല്ലോ. അത് മറക്കരുത്. സ്തോത്രം. ഹോവ സ്തോത്രം. അപ്പൊ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത മെസ്സേജിനെ കയറി വരുന്നുണ്ട്. സ്തോത്രം. പിന്നെ അബ്രഹാം പറഞ്ഞു യഹോവ. പിന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ മകനായ ഇസഹാക്ക് പറയുന്നു യഹോവ എനിക്ക് പ്രത്യക്ഷമായെന്ന വാക്ക്. ഞാൻ ഈ ഓരോ വാക്ക് പറയുമ്പോഴും എനിക്കും കൂടെ ഒന്ന് പ്രത്യക്ഷമാകണമെന്ന് പറയണം കേട്ടോ. അവർക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടാൽ പോരാ. കാര്യം ഒരു മാറ്റം പ്രത്യക്ഷനായ കർത്താവിനെ കണ്ട ശേഷം മാത്രമേ മാറിയിട്ടുള്ളൂ. സ്തോത്രം. ഈ ശമരിയ സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ശമരിയ സ്ത്രീ പട്ടണത്തിൽ പോയതാണ്. ആയുസിൽ പട്ടണം കണ്ടത് ആരെ കണ്ട ശേഷം? മശിക എന്ന് വെച്ച് ക്രിസ്തുവിനെ കണ്ട ശേഷമാണ് പട്ടണത്തിൽ കയറി പോയത്. അതുവരെയും പട്ടണത്തിൽ കയറിരുന്ന് ശമരിയുടേതായ പശ്ചാത്തലം പറഞ്ഞ് മേലാൽ നീ പട്ടണത്തിൽ കയറി പോകരുത് ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റിയിട്ട ശമരിയ സ്ത്രീയെ ക്രിസ്തുവിനെ കണ്ട് അല്ലെങ്കിൽ മശികയെ കണ്ട ശേഷമാണ് അവളെ പട്ടണത്തിലേക്ക് പ്രവേശനത്തിൻ്റെ വാതിൽ ദൈവം തുറന്ന്. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു വെളിപ്പാട് പറയാം. ചിലർക്കൊക്കെ കയറണം, ചിലർക്ക് അവകാശമാക്കണമെന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ ചില പാരമ്പര്യ കെട്ടുകളും ചില ദേശക്കാരെ കെട്ടുകളും ഒക്കെ നമ്മളെ ഇങ്ങനെ കെട്ടി വരിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, മശികയെ കണ്ട് മശിക പ്രത്യക്ഷമായ ശേഷം ശമരിയ സ്ത്രീക്ക് ലഭിച്ച വാതിൽ തുറന്നത് പട്ടണത്തിൻ്റെ വാതിൽ തുറന്നതാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇടയ്ക്ക് കയറി പറയാമേ. ആ വാക്ക് വന്നുകൊണ്ട് എൻ്റെ മെസ്സേജ് മാറാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. സ്വത്രം. ആവർത്തനം 28-ാം അധ്യായം 1-2 വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ആവർത്തനം 28-ന്റെ 1-2 വാക്യം. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സർവ്വജാതികൾക്കും ഉന്നതമാക്കും. ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിനക്ക് സിദ്ധിക്കും. നമ്പർ 1 പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. അതാണ് വാഗ്ദത്തം. പട്ടണം ദ ബ്ലെസ്സിംഗ് ഓഫ് സിറ്റി. പട്ടണത്തിൻ്റെ അനുഗ്രഹം. ഈ പട്ടണത്തിൻ്റെ അനുഗ്രഹം ഞാൻ ഇവരെ വിവരിക്കുന്നില്ല. അത് അനുഭവിക്കുന്നവർക്കറിയാം. പല പട്ടണമുണ്ട്. കോസ്മോപൊളിറ്റിക് സിറ്റി ഉണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, മെട്രോ സിറ്റി ഉണ്ട്, പല സിറ്റീസ് ഉണ്ട്. സ്വത്ര അതിൻ്റെ വ്യത്യാസങ്ങൾ പാർത്തവർക്കും സഞ്ചരിച്ചവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിവരിക്കാൻ പോകുന്നില്ല. ഇവിടെ ശമരിയ സ്ത്രീക്ക് ഈ വാക്ക് അവർക്ക് പ്രശ്നമായിരുന്നു. പക്ഷെ മശിക പ്രത്യക്ഷപ്പെട്ട ശേഷമാണ്, ക്രിസ്തുവിനെ കണ്ട ശേഷമാണ് അവൾ ഇപ്പോൾ എവിടെ പോയത്? പട്ടണത്തിൽ പോയത്. അപ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ പറ, അങ്ങനെ പറയണം. പറ, യഹോവ പ്രത്യക്ഷപ്പെട്ടാൽ പറ, യേശു പറ, വായിച്ച് യേശു പറ. എവിടെ പ്രവേശിക്കും? പട്ടണം. ദൈവരാജ്യങ്ങളിലേക്ക് പ്രവേശിക്കും, ദൈവദേശങ്ങളിലേക്ക് പ്രവേശിക്കും. നമ്മളെ സർക്കിളിനകത്തിട്ട് വെട്ടിയ ആ പിശാചിനെ കെട്ടുപൊട്ടും. ആരെ കണ്ട ശേഷം? യഹോവയെ കണ്ടാൽ. മശിക പ്രത്യക്ഷപ്പെട്ടാൽ ശമരിയ സ്ത്രീ
നീ ഇനി ഇവിടെ കിടന്ന് സഞ്ചരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നിന്റെ കയ്യിലെ പഴയ പാത്രം വിട്ടു, നീ ഇപ്പോൾ പട്ടണത്തിൽ പ്രവേശിച്ചു. ഇപ്പോൾ പട്ടണവാസിക്ക് നീ ഒരു അടയാളമായി മാറി. ആമേ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ, യഹോവ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ വാതിലങ്ങ് തുറക്കുകയാണ്, വാതിലൊക്കെ തുറക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന വിഷയം തിരുത്താമോ? കർത്താവ് വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ഏതാ? യഹോവേ, നിന്നെ ഒന്ന് കാണണം, നീ ഒന്ന് എനിക്ക് പ്രത്യക്ഷമാകണം. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം പ്രത്യക്ഷപ്പെടും, വാതിൽ തുറക്കും. സ്തോത്രമേ. ഓക്കെ, ഇനി ഇസഹാക്കിന് വേണ്ടി യഹോവ പ്രത്യക്ഷപ്പെട്ടു എന്ന വാക്ക് വായിച്ചു. പ്രത്യക്ഷപ്പെട്ട ഇസഹാക്കിന് വേണ്ടി ഒരു റിസൾട്ട് കൂടെ ഒന്ന് വായിച്ചിട്ട് അടുത്ത വഴിയിലേക്ക് പോകാമോ? വായിക്കാം. 26-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു തരാമോ? 26 12-ാമത്തെ വാക്യം കൂടെ. ആ, 100 മേനി. എത്ര മേനി? 100 മേനി. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഐശ്വര്യം എന്ന പദം. രണ്ടാം തലമുറയ്ക്ക് യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 100 മേനി. രസമല്ലേ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാമോ? കർത്താവേ, എനിക്കും ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ എത്ര മേനി? ഉറക്കെ പറ. 100 മേനി എന്നാണോ? നിനക്ക് ഇന്നുള്ളതിനെ കാട്ടും 1000 എവിടെ കിടപ്പുണ്ട് വാക്യം? പറയാമോ ആർക്കെങ്കിലും? വായിച്ചു ജയ്സ, വായിച്ചു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അപേക്ഷിച്ചതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടോ? ഈ പുതിയ നിയമസഭയ്ക്കോ അല്ലെങ്കിൽ നമുക്കോ എത്ര കിട്ടണം? എത്ര 1000 ഇരട്ടി. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ യഹോവ യേശു നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, അവനെപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വാക്കുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് എപ്പോഴും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന അന്തരീക്ഷമല്ല, വല്ലപ്പോഴും പ്രത്യക്ഷപ്പെട്ട ഐശ്വര്യമായിട്ടോ 100 പേരൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടാൽ 1000 ഇരട്ടി. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്ഥിരം വിസിറ്റേഴ്സായിട്ട് വരേണ്ടത് യേശു കർത്താവാണ്. സ്തോത്രം. പ്രീതി മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വീട്ടിനകത്ത് എപ്പോഴും വിസിറ്ററായി വരേണ്ടത് യേശുവായിരിക്കണം. അങ്ങനെ യേശു എൻ്റെ വീട്ടിൽ സ്ഥിര സന്ദർശകനായി വന്നു കഴിഞ്ഞാൽ 1000 ഇരട്ടി 1000 ഇരട്ടി 1000 ഇരട്ടി 1000 ഇരട്ടി 1000 ഇരട്ടി. നിങ്ങൾ പറ, ഇത് കാണുന്ന അസൂയ പിടിച്ചവർ പ്രഷർ കയറാതിരിക്കൂ. അവർ വീട് വിറ്റിട്ട് അന്റാർട്ടിക്കുമ്പോൾ താമസിക്കും. ഇനി അത് കാണാൻ വയ്യ. കാര്യം ശുദ്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, ശകുനവാദം ചെയ്തു, ശാവവാക്കൂട്ടു, ഇത് പൂച്ചത്തല വെട്ടിയിട്ട് നോക്കി, കോഴിത്തല വെട്ടിയിട്ട് നോക്കി, രക്തം തളിച്ച് നോക്കി, ഭസ്മം കൊണ്ടിട്ട് നോക്കി, അരളിപ്പൂ ഇട്ടുകൊണ്ട് നോക്കി, പിന്നെന്തോ മുട്ട കൊണ്ട് പൂജിച്ചിട്ട് നോക്കി. ആകുന്ന മൊത്ത ഇട്ടിടുന്തോറും ഇങ്ങനെ വർത്തിച്ച് മേപ്പോട്ട് കയറുന്നല്ലാതെ ഒരു ക്ഷീണം പോലും ആ കൂടാരത്തെ കാണുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് അറിയാം, എൻ്റെ വീട്ടിലെ സ്ഥിര സന്ദർശകൻ എൻ്റെ അരുമനാഥൻ യേശുവായതുകൊണ്ട് എൻ്റെ വീട് ക്ഷയിക്കത്തില്ലെന്നും എൻ്റെ വീട് തടന്നു പോകില്ലെന്നും എൻ്റെ വീട് അധപ്പതിച്ചു പോകില്ലെന്നും എൻ്റെ വീട്ടിൽ നിന്ന് ക്ഷണം സംഭവിക്കില്ലെന്നും അവൻ എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് രാത്രി പറയാം, യേശുവേ, എൻ്റെ വീട്ടിലെ സ്ഥിര സന്ദർശകൻ ഞാൻ എൻ്റെ യേശുവായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് 1000 ഇരട്ടി അവകാശം കൊണ്ട് പൊതിയുമെങ്കിൽ എൻ്റെ ദൈവം വിശ്വസ്തനല്ലേ? യഹോവ അയ്യാം എന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന എൻ്റെ യഹോവ എൻ്റെ വീട്ടിൽ അവൻ പ്രത്യക്ഷപ്പെട്ടാൽ എൻ്റെ അവസ്ഥയ്ക്ക് സെക്കൻഡുകൾക്ക് വ്യത്യാസമുണ്ടാകും. ലക്ഷങ്ങൾ
കോടികൾ ഡിപ്പോസിറ്റ് ചെയ്തു, ഭയങ്കര ആഡംബരം ജീവിച്ചു, ഒരു ഷൂട്ടിന് കൂടി നശിച്ചു പോയി. നമുക്ക് വിത്ത് ഗോഡാണ്, വിത്തൗട്ട് ഗോഡിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ദൈവമില്ലാത്തവനുണ്ട്, ദൈവമുള്ളവനുണ്ട്. ദൈവമുള്ളവൻ്റെ വർത്തനവിന് ഒരു ശുഷ്കിച്ച അവസ്ഥ ഉണ്ടാകത്തില്ല. അവൻ വെച്ചടി വെച്ച് നേട്ടത്തിലേക്കേ പോകത്തുള്ളൂ. അവൻ താഴോട്ട് അവൻ്റെ ആയുസ്സിനോടോ അവൻ്റെ ആരോഗ്യത്തോടോ അവൻ്റെ നന്മയോടോ പിശാച് ഒരിക്കൽ പോലും പ്രവർത്തിക്കത്തില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമുള്ള വ്യക്തി അറ്റാക്കാൻ മരിച്ചുപോയി. നല്ല സമ്പന്നനാണ്. എനിക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് മരിച്ചു എന്നെനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനോട് പിശാചിന് ഭയങ്കര വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കോട്ട കെട്ടി ഇതുപോലെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആളില്ലാതെ പോയി. അദ്ദേഹം ശവടക്കിൽ അവിടുത്തെ പാസ്റ്റ് വന്ന് പറയുന്നു, ബ്രദർ കഴിഞ്ഞ ദിവസം വന്ന് 1 ലക്ഷം ചെക്ക് തന്നു, സഭയുടെ എല്ലാ കാര്യം നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ചെക്ക് മേടിക്കേണ്ട ഭാഗ്യമേ അദ്ദേഹത്തിനുള്ളൂ. തിരിച്ച് ചെക്ക് തന്നവന് വേണ്ടി ഒന്ന് മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കേണ്ട കടപ്പാട് ആ സഭയ്ക്കോ ആ പാസ്റ്റർക്കോ ഇല്ലാതെ പോയി. നമ്മളൊരു വാക്ക് പറയും, ആയുസ്സല്ല ദൈവത്തിൻ്റെ കയ്യിലാണ്. ശരിയായിരിക്കാം, ഞാൻ തിരുത്തുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം ആ വെളിപ്പാടിനറിയാം. ഒരു നല്ലൊരു മധ്യസ്ഥത കിട്ടാത്തത് കൊണ്ട് തൻ്റെ വർത്തനവിന് പിശാചിന് മനുഷ്യന് കണ്ണുകടി ഉണ്ടായപ്പോൾ അത് തൻ്റെ ആയുസ്സിനെ അപഹരിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവം പ്രത്യക്ഷപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു മരണത്തിൻ്റെ കെട്ടിനും ഒരു ദാരിദ്ര്യക്കെട്ടിനും ആ വീട്ടകത്ത് പ്രവേശനമില്ല എങ്കിൽ ഈ ഉപവാസത്തിന് 11ാമത്തെ ദിവസം ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, ദൈവം തന്ന ഉയർച്ചകളെ പരിപാലിക്കേണ്ട കടപ്പാട് ദൈവത്തിന്റെ കടപ്പാടെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഓക്കെ, ദൈവം ഇസഹാക്കിനെ മാനിച്ചു. അവർ 100 പേര് കർത്താവ് അനുഗ്രഹം കൊടുത്ത വാക്ക്. ഇനി 28-ാം അധ്യായം 13-ാമത്തെ വാക്യം, അവിടെയാണ് ഞാനൊരു മെസ്സേജ് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്ന വാക്ക്. 28-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഉൽപ്പത്തി 28:13. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. യഹോവ 3-ാം തലമുറക്കാരനായ യാക്കോബിന് പ്രത്യക്ഷമായി. യാക്കോബിന് പ്രത്യക്ഷമായപ്പോൾ ഒരു ചെറിയ തിരുത്തൽ കൂടെ സംസാരിച്ചിട്ടാണ് പറഞ്ഞത്. ഒന്ന്, യാക്കോബ് നീ അമ്മയുടെ മണമടിച്ച് ജീവിച്ചിട്ട് ഇറങ്ങി വന്നതാണ് 28-ാം അധ്യായത്തിൽ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ അമ്മയുടെയും കുടുംബത്തിൻ്റെ മണമനുസരിച്ച് മാത്രം ജീവിച്ചതാണ്. ഒരു പാമ്പർ മോനെന്ന് പറയാം, അങ്ങനെ ഒരു മണം അനുസരിച്ച് പോയതാണ്. പക്ഷേ 28-ാം അധ്യായത്തിൽ താൻ ലൂസിൽ വന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയി. ആരും കൂടെ ഇല്ല, അമ്മയില്ല, അപ്പനില്ല, സഹോദരനില്ല, ആരുമില്ല, ഏകനായി പോയി. അവിടെ വന്നപ്പോൾ ദൈവം 2 കാര്യം പറഞ്ഞു. യാക്കോബിന് ചിലപ്പോൾ എന്നെ മനസ്സിലായില്ല കേട്ടോ എന്നെനിക്കറിയാം. നിന്റെ മുഖം കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ ആര് നിനക്കറിയാമോ മോനെ? ഞാൻ നിന്റെ വലിയപ്പനായ അബ്രഹാമിൻ്റെ പ്രത്യക്ഷപ്പെട്ട യഹോവ, നിന്റെ അപ്പന് പ്രത്യക്ഷപ്പെട്ട യഹോവ. ഇപ്പോൾ ഇതാ നിനക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഒരു ആമയും പറയണം ദൈവമക്കൾ. ഇതൊരു വഴിത്തിരിവാണ് കേട്ടോ ഈ മെസ്സേജ്. ഇതൊരു ബ്രേക്ക് ത്രൂവിൻ്റെ മെസ്സേജാണ്. പിതാക്കന്മാർ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പരിചയപ്പെടുത്തുന്ന യഹോവ. അതുകൊണ്ട് അവിടെ ഒരു വാക്ക് പറയും, ഈ നിൽക്കുന്ന ഈ ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും ശാശ്വതമായ അവകാശം തരും. ഞാനൊരു കാര്യം പറയാം. പുള്ളി പോയത് ചേട്ടൻ്റെ തല്ലി മേടിക്കാതെ ഓടിയതാണ്. പുള്ളിക്ക് മണ്ണും വേണ്ട, പുള്ളിക്ക് വീടും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ യുഗങ്ങൾക്ക് മുമ്പേ യാക്കോബിനെ കുറിച്ച് ദൈവം എടുത്ത തീരുമാനത്തിൻ്റെ വെളിപ്പാടാണ്. ഒന്നും അറിയാത്ത ഒരു മകൻ്റെ ചെവിയിലോട്ട് യഹോവ പ്രത്യക്ഷനായി അരുളി ചെയ്ത വാക്ക്. ഇന്ന് ഞാനൊരു വാക്ക് പറയട്ടെ. ഒറ്റപ്പെട്ടു പോയി, സഹായിപ്പാൻ ആരുമില്ല, ജീവിതത്തിൻ്റെ കയ്പ് കാടി വലിച്ചു കുടിച്ചതാണ്, ഒന്നും വിളിച്ചു ചോദിപ്പാൻ ആരുമില്ല, സുഖമാണോ, കുടിച്ചോ, കഴിച്ചോ, എങ്ങനെയുണ്ട് എന്ന്
അന്വേഷിപ്പാൻ ആരും ഉണ്ടാകില്ല. പക്ഷേ ഇറങ്ങി വരുന്ന ഒരു യഹോവയുണ്ട് കേട്ടോ. നമ്മുടെ കാര്യം നോക്കുന്ന യഹോവയുണ്ട്. അമ്മാമേ, അച്ഛാ, കുഞ്ഞെ, സഹോദര, ആമേ, സഹോദരൻ, നിനക്ക് വേണ്ടി ഇറങ്ങി പ്രത്യക്ഷപ്പെട്ട് അന്വേഷിക്കുന്ന ഒരു യഹോവയുടെ കാര്യം മറക്കണ്ട. ഇവിടെയാണ് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കാൻ തക്കൊരു നിയോഗം. അതാണ് എൻ്റെ മെസ്സേജിന്റെ കണ്ടന്റിലേക്ക് നീങ്ങുന്നത്. കർത്താവ് എന്നോട് ചില തീരുമാനം പറഞ്ഞു. ആ തീരുമാനം കർത്താവ് അക്സെപ്റ്റ് ചെയ്തു. യാക്കോബ് പറഞ്ഞു. എന്നിട്ട് താൻ എവിടെ പോകുന്നു? ലാബാന്റെ വീട്ടിലോട്ട് പോവുകയാണ്. 14 7 14 7 21 20 വർഷം കഴിഞ്ഞു. 21ാമത്തെ വർഷം പൂർത്തിയായില്ല. ജീവിതത്തിനകത്ത് കയ്പും 20 വർഷം ഉറങ്ങാതെ, ഭക്ഷിക്കാതെ, വിശ്രമിക്കാതെ കഷ്ടം സഹിച്ചു. അപ്പോഴൊരു ചോദ്യം യാക്കോബിനുണ്ടായിരുന്നു. ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായ ഒരു യഹോവയുണ്ടല്ലോ, ആ വ്യക്തിയെ ഞാൻ ഇതുവരെ കാണുന്നില്ലല്ലോ, എൻ്റെ കഷ്ടപ്പാട് അറിയുന്നില്ലല്ലോ, ഇതിനകത്തുനിന്നൊരു മോചനം ലഭിക്കുന്നില്ലല്ലോ. എപ്പോഴും ലാബാന്റെ ആട്ടിൻകുട്ടിയെ മാത്രം വളർത്തി നടക്കുന്ന ഒരു അന്തരീക്ഷമാണോ? കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്, നിന്നോട് ഞാനൊരു ദൂത് പറയുകയാണ്. അവിടെ ഒരു വാക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജിന്റെ കണ്ടലിലേക്ക് നീങ്ങി പ്രാർത്ഥിക്കാം. വായിക്കാമോ? 30-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 29-ാമത്തെ വാക്യം മുതൽ അങ്ങ് വായിച്ച് കണ്ടന്റാണ് വായിച്ചങ്ങ് വിടണം. സ്തോത്രം. ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എന്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്നും ആവർത്തിക്കാം. അവിടെ ഒരു വാഴ വെളിപ്പാടാണ്. ഞാൻ, യാക്കോബ് പറയുന്നു, ഞാൻ കാലെടുത്ത് വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ലാബാനെ, ഞാൻ ഇവിടെ കാല് ചവിട്ടുന്നതിന് മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ കാൽ ചവിട്ടിയ ശേഷം എൻ്റെ യഹോവ നിന്നെ ഏറ്റവും വലുതായിട്ട് അനുഗ്രഹിച്ചു. സ്വതന്ത്ര. പക്ഷേ ഒരു അപ്രീഷിയേഷൻ പോലും ലാബാൻ യാക്കോബിന് കൊടുത്തില്ല. തനിക്കൊരു നല്ലൊരു പരിഗണന പോലും കൊടുത്തില്ല. ഞാൻ ഈ ഓരോ വാക്കും പറയുമ്പോൾ നിങ്ങളുടെ ദൂത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. എനിക്കൊരു പ്രയോറിറ്റി തന്നില്ല. എൻ്റെ അധ്വാനത്തെ നിങ്ങൾ പ്രശംസിച്ചോ? ഇല്ല. നിങ്ങൾക്ക് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വന്ന ശേഷം ഒരു പുരുഷനെ നിന്നുകൊണ്ട് ശത്രുവിനോടും കാട്ടുമൃഗങ്ങളോടും നാട്ടുമൃഗങ്ങളോടും മൊത്തം ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ സമ്പത്തിന് ദോഷം വരാതെ വേണം വർദ്ധിപ്പിച്ചു തന്നു. പക്ഷെ ഇപ്പോൾ നീ എന്നെ വെറും കൈയോട് അയക്കേണ്ട പ്ലാൻ ആണല്ലേ? ഞാൻ ഇന്ന് രാത്രിയിൽ ആ ദൂത് പ്രവചിച്ച് പറയാൻ പോകുകയാണ്. പരിഗണിക്കാത്ത, ആട്ടിപ്പുറത്താക്കിയ, അംഗീകരിക്കാത്ത നിങ്ങളുടെ സാമീപ്യം കൊണ്ട് നിങ്ങൾക്ക് തന്ന അവകാശത്തിന് നിങ്ങൾക്കൊരു പരിഗണന തരാതെ ഇറക്കി വിട്ടില്ലേ? നിങ്ങളെ നല്ലൊരു കാഴ്ചപ്പാടിൽ നിന്ന് അധ്വാനിച്ച ഇടത്തു നിന്നും നിങ്ങളെ ഇറക്കി വിട്ടില്ലേ? ശൂന്യമാക്കി. നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചില്ലേ? നിങ്ങൾക്കൊരു പരിഗണന തന്നില്ലല്ലോ. നിങ്ങളുടെ അധ്വാനത്തിന് അംഗീകാരം തന്നോ? ഇല്ലല്ലോ. അതിനു പകരം കടിച്ചമർത്തുന്ന വേദനയുമായി ഒറ്റപ്പെടുത്ത് ആമെ മാറി നിന്ന് കരഞ്ഞ് നിൽക്കുന്നല്ലേ? എന്നാൽ അങ്ങനത്തെ ചിന്തിച്ചവരുടെ ദൈവം പറയുന്നു, നിനക്കൊരു പുറപ്പാടുണ്ട്. ആ പുറപ്പാട് പ്രയോറിറ്റി തരുന്ന ജനത്തിന്റെ അടുക്കിലേക്ക് പ്രവേശനവും നിനക്കൊരു പ്രയോറിറ്റി തരാത്തിടത്തുനിന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്
അവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റി തരുന്നിടത്തേക്ക് നിന്നെ ഒരു പ്രമോഷൻ തന്ന് നിനക്കൊരു അംഗീകാരം തന്ന് റിഖാന സെലഖര വൈഡബ ശമ്പരാധുനഘടകൾ ശശിരമ നിന്നെ അടുത്ത ലെവലിലേക്ക് നിന്നെ കയറ്റി വിട്ട് മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇടപെടുന്നു. നിന്നെ അംഗീകരിക്കുന്ന, നിനക്ക് അംഗീകാരം തരുന്ന, നിനക്ക് മുഖ്യ സ്ഥാനം തരുന്ന ഒരു മണ്ഡലത്തിലേക്ക് ദൈവം കയറ്റി കൊണ്ടുപോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ പ്രവചിച്ചു ദൂത് കൈമാറുകയാണ്. യാക്കോബിന്റെ ഈ വിഷയം ലാബാന് ബോധ്യമായപ്പോൾ ലാബാൻ ചോദിക്കുകയാണ്, ആട്ടെ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അല്പം കയ്പുണ്ടെങ്കിൽ പറയും, നീ എനിക്കൊരു ചുക്കും തരണമെന്ന് പറയും. യാക്കോബ് അങ്ങനെ ആ അർത്ഥത്തിൽ നീ എനിക്കൊന്നും തരണ്ട. ഒരു ചോദ്യം, അത് പറ്റത്തില്ല. നീ അങ്ങനെ ഒരു പരാതി പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ഞാൻ തരാതെ വിടുകയില്ല. യാക്കോബ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ പറയാണ്, എനിക്ക് ലൂസിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട ഒരു യഹോവയുണ്ട്. ഒരു ആമേൻ പറഞ്ഞു. 28:13 മറക്കരുത്. അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്ക് ദൈവം എന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട ഞാൻ പ്രത്യക്ഷപ്പെട്ട യഹോവ എന്നോടിരിക്കുന്ന കാലം അത്രയും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ശുഷ്കിച്ച കൈയുമായിട്ടല്ല, ശൂന്യമായ ഹൃദയമായിട്ടല്ല, ഒരു നിറവോടെ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. യാക്കോബിനകത്ത് വലിയപ്പന് കിട്ടാത്തൊരു വെളിപ്പാട്, യാക്കോബിനകത്ത് അപ്പന് കിട്ടാത്തൊരു വെളിപ്പാട് മൂന്നാം തലമുറക്കാരന് കിട്ടി. ഞാനൊരു വെളിപ്പാട് പറയാം കേട്ടോ. ഈ പിതാക്കന്മാർ കിട്ടാത്തൊരു വെളിപ്പാട് ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ വെറൈറ്റി റെവലേഷനാണ്. പിടികിട്ടിയ രാമൻ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ പിതാക്കന്മാർക്ക് മാതാ കിട്ടാത്ത ഒരു വ്യത്യസ്തമായ വെളിപ്പാട് ദൈവം നിങ്ങൾ തരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കണം. ആമേൻ പറയണം. ഇനി എനിക്ക് 2 തലമുറയുണ്ട്. ഞാൻ ഈ ദൂത് പ്രസംഗിച്ച് ആമേൻ പറയും. പക്ഷെ എനിക്കറിയാം എൻ്റെ 2 കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ എനിക്ക് കിട്ടാത്ത അടുത്ത ലെവലിലെ വെളിപ്പാട് പ്രാപിച്ചായിരിക്കും അവരടുത്ത ലെവലിലേക്ക് മാറും. സ്വത്രം. അതാ യഹോവയുടെ പ്രത്യേകത. ദ ഇൻക്രീസ് ഓഫ് ഗാഡ് എന്നാണ്, വർദ്ധിപ്പിക്കുന്ന കർത്താവാണ്. സ്വത്ര. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നു, ഞാനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരികയാണ്. നീ എനിക്ക് ഒന്നും തരണ്ട, പക്ഷെ എനിക്കൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു നിയോഗം കിട്ടിയിട്ടുണ്ട്. ആ നിയോഗം നീ സ്വീകരിച്ചാൽ മതി. ആക്കോ നിന്റെ നിയോഗം നീ എടുത്തോളാൻ പറഞ്ഞു. ഇനി പ്രസവിക്കാൻ പോകുന്ന ആട് മൊത്തം വായിക്കാം. 30 അധ്യായത്തിൻ്റെ 37 മുതൽ പെട്ടെന്ന് വായിച്ചു. സ്വത്രം. അല്ല, 34 വാക്യം വായിക്കാമോ? നീ പറഞ്ഞതുപോലെ ആകട്ടെ. 33 വായിച്ചു. 33 ഞാൻ അവിടെ ചിന്ത വരാകെ. ഒരിക്കൽ എന്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എന്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടിൽ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷിക്കുക എണ്ണ. അതിന് ലാബാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യമുണ്ട്, അമ്മായിപ്പന്റെ നന്മ കൊണ്ടാണ് അനുഗ്രഹം പ്രാപിച്ചു വന്ന് പിന്നേത്തെ നീ പറയരുത്. അത് പറയുന്ന അമ്മായിപ്പന്മാരുണ്ട്. അങ്ങനെ പറയാതിരിക്കാൻ തക്കവണ്ണം നീ എന്നോട് പറയണം, ഞാൻ ടേംഷനെ വരികയാണ്. അമ്മായപ്പൻ്റെയോ കുടുംബത്തിൻ്റെയോ നന്മ പ്രാപിച്ച് ഞാൻ ഉയർച്ച പ്രാപിച്ചെന്ന് പറയാതിരിക്കത്തക്കവണ്ണം ആ അടുത്ത് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ നിയോഗപ്രകാരം അടുത്ത് മറുകും പുള്ളിയും ഒക്കെ ഉള്ള അടുത്ത ഒരു ജനറേഷൻ വരും. ആ ജനറേഷൻ മൊത്തം എനിക്കുള്ളതാണ്. സ്വാതന്ത്ര്യം ഇതെനിക്ക് പലരുടെയും പേര് പറയേണ്ട ദൂതാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ അധ്വാനിച്ചത് അവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ ശൂന്യമാക്കി വിടുകയാണ്.
പക്ഷെ ഇനി ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ മാത്രമുള്ള പ്രത്യേകതയാണ്. അതിനകത്ത് ആർക്കും അവകാശം പറയാൻ പറ്റില്ല. അപ്പനോ അമ്മയ്ക്കോ അമ്മായിയപ്പനോ അമ്മായിമ്മയ്ക്കോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കോ അളിയനോ അളിയത്തിമാർക്കോ നാത്തൂനോ നാട്ടുകാർക്ക് വീട്ടുകാർ സംഘടനക്കാർക്കോ വീട്ടുകാർക്കോ ജോലിക്കാർക്കോ ബോസുമാർക്കോ ഗവൺമെന്റിന് അവകാശം പറയാത്ത ഒരു വിശേഷപ്പെട്ട ഉയർച്ചയാണ് ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മ ഇടപെടുമ്പോൾ കരം അടിച്ച് നിയോഗത്തോട് പറയാനുള്ളവർക്ക് കരം അടിച്ചു പറയാം. ഇനിയുള്ള വാഗ്ദത്തം എൻ്റെ യഹോവ പ്രത്യക്ഷപ്പെടുന്ന വാഗ്ദത്തമാണ്. അത് ചില നിയോഗ പ്രകാരമുള്ള റൂട്ട് വഴിയാണ്. എനിക്കറിയത്തില്ല, ദൈവാത്മ എന്നോട് ശക്തമായിട്ട് ഇടപെടുകയാണ്. ചില പ്രത്യേകമായ റൂട്ടുകൾ സഞ്ചരിക്കാൻ പോവുകയാണ്. ചില പ്രത്യേകമായി കരമടിച്ച് ആത്മാവ് പറഞ്ഞു, ആത്മാവ് പറഞ്ഞു ചില വിടുതലുകൾ റീഖാന ശബ രബ നൂല മറ ശഗേ നൂബ നഗ ശബ. അവൻ മൂന്നാം തലമുറ വ്യത്യസ്തമായി മാറുകയാണ്. മൂന്നാം തലമുറ വ്യത്യസ്തമായി മാറുകയാണ്. മൂന്നാം തലമുറ വ്യത്യസ്തമായി മാറുകയാണ്. മൂന്നാം തലമുറ വ്യത്യസ്തമായി മാറുകയാണ്. മൂന്നാം തല വ്യത്യസ്തമായി മാറുകയാണ്. മൂന്നാം തലമുറ വ്യത്യസ്തമായി മാറുകയാണ്. മൂന്നാം തല വ്യത്യസ്തമായി മാറുകയാണ്. രബലബ റിബലബ ശിമലഗ ദീരമന റിഗലഗദഗദബ ശബനഗദഗ ശബഥന ജനക്ഷര വടബദിന തിരിബലബ ശബാദിനശസിര. ഹല്ലേലൂയ റിഗസബഥനാദനഗശസിര. ഞാൻ ഇവിടെ ഒരു വാക്ക് പറയാം. ഈ വെളിപ്പാട് ഉള്ളവർ ഓടുത്ത് പരാജയപ്പെടില്ല. കേട്ടാ മാമേ അച്ഛാ കുഞ്ഞ, ദൈവാത്മ പറയുന്നത് നിനക്കൊരു വെളിപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പാടുള്ളവൻ ക്ലച്ച് പിടിച്ച് കയറും. അവിടെ ഒരു വ്യക്തിക്ക് തടയാൻ ഒരിക്കലും പറ്റില്ല. ലാഭാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോളാൻ പറഞ്ഞു. കർത്താവ് ഇവൻ ബുദ്ധിമാനാണ് കേട്ടോ. ഈ പണ്ടേ പുള്ളിക്ക് പൈറ്റ് പായസം ഉണ്ടാക്കിയ ശീലം, ഭയങ്കര ബുദ്ധിമാനാണ്. ഈ ഡ്രസ്സ് ഇട്ടുള്ള ശീലം ഇങ്ങനെ ഭയങ്കര രസമാണ്. ഏതാ ആടിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ പിടിട്ട് കളയും. കാര്യം നടക്കാൻ ഏത് ആക്ഷനും കാണിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇവിടെ വേറൊരു ആക്ഷൻ കാണിച്ചു. അവിടെ വേറെ ആക്ഷൻ കാണിച്ചതാണ്. പെട്ടെന്ന് വായിച്ചു സമയം മുമ്പോട്ട് പോകുന്നു. സ്തോത്രം അതിൻ്റെ 36 വാക്യം മുതൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടായി. സ്തോത്രം 37 വായിച്ചോ. 37 മുതൽ പെട്ടെന്ന് വായിച്ചോട്ടെ. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരിയായി തോലിരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലിരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുന്നിൽ വെച്ചു. 39 വാക്യം. കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാന്റെ അടുക്കൽ ആടുകളിൽ വരിയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി. തന്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോട് വേർതിരിക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു. ഇനി അവസാനത്തെ വാക്യം. അവൻ സമനായി അവന് വളരെ ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുകുകളും ഉണ്ടാവുകയും ചെയ്തു. അവരാരായി അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്യണം. ഞാനൊരു വാക്ക് പറയാം. അമ്മായിപ്പ പണി നോക്കണം. സ്വത്രം നീ കഴിഞ്ഞ 20 വർഷം എന്നെയിട്ട് വല്ലാത്തായിട്ട് കുരുക്കി, എന്നെയിട്ട് അധ്വാനിപ്പിച്ചു, എന്നെയിട്ട് കട്ടപ്പെടുത്തി, എന്നെ നന്മകളെ മൊത്തം ചോർത്തി. സ്തോത്രം ഈ ഓവർ ടൈം ചെയ്ത് ജോലി ചെയ്യിപ്പിച്ചു. നീ എന്നെ കട്ടപ്പെടുത്തി, ആകെപ്പാട് ഇട്ട് നീ എന്നെ വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് നീ വെറും കൈയോടെയാണ് എന്നെ പറഞ്ഞിരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ യഹോവ എന്നൊക്കെ വേണ്ടി പ്രത്യക്ഷനായി നിൽക്കുന്നുകൊണ്ട് എന്നെ ദൈവം മഹാസമ്പന്നനാക്കി. അങ്ങനെ പറയണം. അവിടെ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി അയക്കുന്നു. അവിടെ യാക്കോബിനെ മഹാസമ്പന്നനാക്കി. ഉടരകനകസികാതനെ ആ ദാരിദ്ര്യത്തിന്റെ കെട്ടിനെ ഞാൻ ഈ വചനം കൊണ്ട് വെട്ടുന്നു. പറ്റിച്ചവർ നമ്മെ
പറ്റിച്ചവർ, നമ്മെ പറ്റിച്ചവർ, നമ്മെ ചൂഷണം ചെയ്തവർ, നമ്മെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ച് വേറും കേട് പറഞ്ഞയച്ചത് മുമ്പാകെ എൻ്റെ ദൈവം മഹാസമ്പന്നനാക്കി യാക്കോബിനെ തീർത്തതുപോലെ ദൈവം നിങ്ങൾ തീർത്ത് അവൻ മാനിക്കുന്നതിന് വെളിപ്പാട് പറയുന്നു. ഇനി ഒരു കാരണവശാലും ദാരിദ്ര്യവാസിയായി ശൂന്യ അനുഭവിപ്പാതക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. ഒരു നിയോഗമാണ് യാക്കോബ് ചെയ്തത്. അവൻ ചെയ്ത നിയോഗ പ്രകാരം ചില വഴികൾ ദൈവാത്മാ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് മാനിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. കരങ്ങൾ അടിച്ച അഭിഷേകത്തോടെ ആ ദാരിദ്ര്യക്കെട്ട് അടിയുന്നു. ആ ദാരിദ്ര്യക്കെട്ട് അടിയുന്നു. ഇടപെടുകയാണ്. യഹോവ പ്രത്യക്ഷനായി മഹാസമ്പന്നനാക്കി, മഹാദാരിദ്ര്യത്തിൽ നിന്നും മഹാസമ്പന്നനാക്കി ദൈവം ഉയർത്തുന്നു. മഹാസമ്പന്നനാക്കി മാനിക്കുന്നു. വിശ്വസ്തയെ ദൈവത്തെ സേവിച്ചതുകൊണ്ട്, വിശ്വസ്തയെ ആരാധിച്ചതുകൊണ്ട്, വിശ്വസ്തയെ മഹത്വപ്പെടുത്തിയതുകൊണ്ട് ദൈവം മഹാസമ്പന്നനാക്കി മാറ്റുന്നു. ഒരു നിമിഷം എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാമോ? അല്പനിമിഷം, ഒരു 1-2 മിനിറ്റ് നിങ്ങൾക്ക് നിയോഗപ്രകാരം ആ ഭവനത്തിനകത്ത് സ്വാതന്ത്ര്യമുള്ളെങ്കിൽ നിങ്ങൾ ഉറക്കെ ആ ദൂതനെ ആ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നാട്ടെ. ആ വെളിപ്പാട് കുടുംബത്തിൽ കൊണ്ടുവന്നാട്ടെ. ആ ദാരിദ്ര്യത്തിനെ കെട്ടുപൊട്ടിക്കുവാൻ, ആ ശാപക്കെട്ട് അഴിപ്പാൻ ആ ദൂതനെ വീട്ടിൽ കൊണ്ടുവന്നാട്ടെ. ആ വെളിപ്പാട് വീട്ടിൽ കൊണ്ടുവന്നാട്ടെ. ആ ദൈവശത്തെ വീട്ടിൽ കൊണ്ടുവന്നാട്ടെ. അവ യാക്കോബിന് മാത്രമല്ല, എനിക്കും ആ അവകാശം വേണം. എന്റെ വീടിനകത്തും ആ ദൂരാവശ്യമാണ്. എന്റെ വീടിനകത്ത് ആ വിടുതൽ ആവശ്യമാണ്. എന്റെ വീടിനകത്ത് അത്ഭുതം ആവശ്യമാണ്. ആ ദാരിദ്ര്യം മാറുന്നു. ആ ദാരിദ്ര്യം മാറുന്നു. മഹാസമ്പന്നനാക്കി ലാബാൻ ചൂഷണം ചെയ്ത സ്ഥാനത്ത്, അനേക ചൂഷണ സ്ഥാനത്ത് ശമ്പരാധന ആത്മാവ് ഇന്ദ്രിയാത്രിയിൽ ആമെ നിറവിലും ആമെ അനേകർക്ക് വായ്പ കൊടുക്കത്തക്കവണ്ണ, അനേകരെ മാനിക്കത്തക്കവണ്ണ, അനേകരെ ആദരിക്കത്തക്കവണ്ണ നിറവുള്ള ഹൃദയം, നിറവുള്ള കൈ, മനസ്സുള്ള മനോഭാവത്തോട് ദൈവം ചെയ്യത്തക്കവണ്ണ ആ ദാരിദ്ര്യത്തിലെ കെട്ടിനെ മഹാസമ്പന്നനാക്കി തീർക്കുന്നു. ഘടകശി പറ്റിച്ചല്ല 20 വർഷമായി, 40 വർഷമായി, 10 വർഷമായി, 5 വർഷമായി നമ്മളെ ചൂഷണം ചെയ്തുവല്ലേ എന്ന് വെറും കൈയോട് പറഞ്ഞയച്ചല്ലേ ബ്രദറെ? അച്ഛാ വെറുതെ പറഞ്ഞയച്ചല്ലേ ബ്രദറെ? അവ സഹോദരൻ നിന്നെ വെറുതെ പറഞ്ഞയച്ചുവല്ലേ എന്ന ദൈവം നിന്നോട് പറയുന്നു. നിന്നെ മഹാസമ്പന്നനാക്കേണ്ട ലിസ്റ്റിൽ നിന്റെ പേരാണ് ഫസ്റ്റായി കിടക്കുന്ന വാക്ക്. നിന്റെ കുടുംബത്തിന്റെ പേരാണ് 1ാം സ്ഥാനത്ത്. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പാകെ നിന്നെ ഉയർത്തുന്ന പേരിൽ നീയാണ് ആദ്യത്തെ പേര്. ആന്റി നിന്റെ പേരാണ്, കുഞ്ഞ് നിന്റെ പേരാണ്. ആവെ വിശ്വസിക്കുക. ആവെ നിന്നെ ഉയർത്താൻ പോകുന്ന സമയമാണ്. ഇനി നീ ഒരിക്കൽ ശൂന്യത പോകത്തില്ല. ഇനി ഒരിക്കൽ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല. വായ്പ സമ്മതിക്കത്തില്ല. നീ ഒരു നിറവിലോട്ട് കർത്താവ് കൊണ്ടുപോവുകയാണ്. യാക്കോബിന് കൊടുത്ത നിയോഗം യാക്കോബ് സംശയിക്കാതെ ചെയ്തു. അതിന്റെ റിസൾട്ട് യാക്കോബ് കണ്ടു. ഒരു വടിയുമായി ശൂന്യ ചിന്ത വന്നവൻ 2 കൂട്ടമായിട്ട് സമ്പത്തോടെ യോർദാൻ കടഞ്ഞു മറിയിപ്പോയി. വിശ്വസിക്കാം. ബാക്കി ദൂത് നാളെ നമുക്ക് ചിന്തിക്കാം. ജോസ് ബ്രദർ ഒരു വാക്കുകൂടി ദിവസം പ്രാർത്ഥിക്കാമോ? എല്ലാവരും സമർപ്പിച്ച് ഈ അവസാനത്തെ പ്രാർത്ഥന ആരും എക്സിറ്റ് ചെയ്ത് പോകരുത്. എല്ലാവരും ആ വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച് സ്തോത്രം ചെയ്യാം. ജോസ് ബ്രദർ പ്രാർത്ഥിച്ചാൽ ദയവായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം.
ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ഇതിനെ വായിച്ചു സ്തുതിക്കുന്നു. 11-ാം ദിവസം രാത്രി സമയത്ത് ഈ സെക്ഷനിൽ കഥാ